ക്വസ്റ്റ്യൻ എസ് എ ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാൽക്കുലേഷൻ മാത്രം കുറച്ചുണ്ടാവുന്നേ ഉള്ളൂ. ബിലോ ആർ ഗിവൺ ദ ഈൽഡ്, ഇവിടെ ഈൽഡാണ് കൊടുത്തിട്ടുള്ളത്, ഈൽഡ് in kilogram per acre for trial plot of for varieties of treatment. 5 ഫ്ലോട്ട് ഉണ്ട്. ആ 5 ഫ്ലോട്ടിൽ എങ്ങനെയാണ് കൊടുത്തത്? ട്രീറ്റ്മെൻറ്റ് പലതരത്തിലുള്ള 4 ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അല്ലേ. എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ ചെയ്തതെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ്. ഓരോ പ്ലോട്ടിലും ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമായിട്ടുള്ളത്. Carry out an analysis of variance and state your conclusions. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം ഇതെന്താണ്, അനോവ ടേബിളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ സാധാരണ 1 വേ ഉണ്ട്, 2 വേ ഉണ്ട്. സാധാരണ നിങ്ങളുടെ സിലബസിൻ്റെ അകത്ത് 1 വേ മാത്രമേ പറയുന്നുള്ളൂ. അതൊന്നിപ്പോൾ നോക്കണ്ട. ഇപ്പോൾ carry out an analysis of variance and state your conclusions. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവില്ലേ? നോക്കാൻ ആൻസറിലേക്ക് നോക്കാം. ഇതാണിത്. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 വെറൈറ്റീസ് ആണുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, 4 കോളമാണ് ഉള്ളത്. 4 കോളത്തിൻ്റെ ടോട്ടൽ എഴുതിയിടാം. 4 കോളത്തിൻ്റെയും ടോട്ടൽ സം എടുത്ത് എഴുതാം. ഇതാണ് ഇവിടെ 240, 330, x3 × 330, x4 × 400. ഇവിടെ n എത്ര ഉണ്ട്? n എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ഐറ്റംസ് ഇല്ലേ? ഓരോ കോളത്തിൽ 5 ഉണ്ട്. അങ്ങനത്തെ 4 കോളം ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവും? 20 ഉണ്ടാവും. n 20 ഉണ്ടാവും. K4 അല്ലേ? 1, 2, 3, 4 കോളം, K4. ഇത്രയും കാര്യങ്ങൾ എടുത്ത് എഴുതാം. n ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, k ഈസ് ദ നമ്പർ ഓഫ് സാമ്പിൾസ്. എത്ര സാമ്പിൾസാണ് ഉള്ളത്? 4 സാമ്പിൾസാണ് ഉള്ളത്. 4 കോളാണുള്ളത്. ടി സം ഓഫ് ഓൾ ദ ഒബ്സർവേഷൻസ്. ഇപ്പോൾ ടി കാണണം നമുക്ക്, സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ആഡ് ചെയ്യണം, എല്ലാം ആഡ് ചെയ്യണം. പക്ഷേ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഓരോ കോളം ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാൽ ടി കിട്ടും. 240, 330, 330, 400 അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1300 കിട്ടും. ഇനി ടി സ്ക്വയർ ബൈ n കാണണം. ടി സ്ക്വയർ 1300 ബൈ n 20. അപ്പോൾ 84,500 കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് അനോവ ടേബിളിൻ്റെ അകത്ത് SST കാണണം. സം ഓഫ് ദ സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ ബൈ n. ടി സ്ക്വയർ ബൈ n നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്ത് കാണണം? സം ഓഫ് ദ സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. എല്ലാത്തിൻ്റെയും സമ്മിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് കാണും. ഇപ്പോൾ എന്താ നോക്കാം, 42ൻ്റെ സ്ക്വയർ കാണാം, 50ൻ്റെ സ്ക്വയർ കാണാം, 62ൻ്റെ സ്ക്വയർ കാണാം, 34ൻ്റെ സ്ക്വയർ, എല്ലാത്തിൻ്റെയും എന്ത് കാണണം? സ്ക്വയർ കാണണം. എന്നിട്ട് അതിൻ്റെ സമ്മ് കാണും. അതാണ് SST, സം ഓഫ് ദ സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ. എല്ലാത്തിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ സമ്മ് കാണും. എന്നിട്ട് ടി സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n, അത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? നിങ്ങൾ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ടിട്ട് ആഡ് ചെയ്ത് പോയിട്ട് ഈ 84,500 കുറച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 4236 കിട്ടും. എന്ത്? SST. ഇനി SSC കാണണം. SSC കാണാൻ സിഗ്മ x1 ഡിവൈഡഡ് ബൈ n1. സിഗ്മ x1 എന്ന് പറഞ്ഞാൽ 240 അല്ലേ? അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1. n1 എന്ന് പറഞ്ഞാൽ 5, n അല്ല 5 ആണ്. അപ്പോൾ 330 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5, 330 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5, 400 ഡിവൈഡഡ് ബൈ 5 മൈനസ് ടി സ്ക്വയർ ബൈ n. ടി സ്ക്വയർ 84,500. അപ്പോൾ 2580 അതും കിട്ടി. ഇനി നിങ്ങൾ എന്ത് കാണണം? ഇനി നിങ്ങൾ
SST കണ്ടു, SSC കണ്ടു. ഇനി SSC കാണണം. SSC എന്ന് പറഞ്ഞാൽ SST നിന്ന് SSC മൈനസ് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് മൈനസ് ചെയ്താൽ എത്രയാണ്? 4236 2550 മൈനസ് ചെയ്താൽ 1656 കിട്ടും. ഇത്തിരിയാണ് ഒരു കാൽക്കുലേഷൻ, ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ഈ രണ്ടെണ്ണം SST കാണാനും SSC കാണാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അതിന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. MSC കാണണം. MSC കാണാൻ SSC ഡിവൈഡഡ് ബൈ K-1. SSC എത്രയാണ്? 2580. K 4 ആണ്. 4 നിന്ന് കുറച്ചാൽ 3, അപ്പോൾ 860 കിട്ടും. ഇനി MSC കാണണം. MSC SSC ഡിവൈഡഡ് ബൈ N-K ആണ്. SSC എത്രയാണ്? 1656 ഡിവൈഡ് N 20 ആണ്. അതിൻ്റെ അകത്ത് K കുറക്കുക, കോളം കുറച്ചാൽ 4, അപ്പോൾ 103.5 കിട്ടും അല്ലേ? ഇനി എന്ത് ചെയ്യണം? F ഫാക്ടർ കാണണം. ഒരു ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ എഴുതാം. ഒരു കോളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയിൽ SSC കിട്ടിയിട്ടുണ്ട്, SST കിട്ടി, K-N-K, ഇപ്പോൾ N-1 കിട്ടും. MSC കിട്ടി, MSCയും കിട്ടും. അപ്പോൾ ഏതാണോ മുകളിൽ അത്, ഏതാണോ വലുത് അത് മുകളിൽ വരും. 860 വലുത്, അപ്പോൾ അത് മുകളിൽ വന്നു. ഡിവൈഡഡ് ബൈ 103 അല്ലേ? MSC ഡിവൈഡഡ് ബൈ MSC അത് ഡിവൈഡ് ചെയ്താൽ 8.3 കിട്ടും. ഇതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. 8.3. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണം. ഡിഗ്രി ഓഫ് ഫ്രീഡം K-1 N-1. ഇപ്പോൾ K കോളത്തിൽ നിന്ന് 1 കുറച്ചാൽ 3, N നിന്ന് കോളം കുറച്ചാൽ 3ൽ 16. അപ്പോൾ F ടേബിൾ ഉണ്ടാവും. നിങ്ങൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5 ആണ് എടുക്കുക. ടേബിൾ വാല്യൂ Fൻ്റെ അകത്ത് 5, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5 ആണ്. 316 നോക്കുക. അത് എന്താ F ടേബിൾ ഉണ്ടാവും. നിങ്ങൾ ലോഗരിതം ടേബിളിൻ്റെ കൂടെ ഉള്ളൊരു സാധനമാണ് F ടേബിൾ. അതിൽ 3ൽ 16 നോക്കിയാൽ നിങ്ങൾക്ക് ടേബിൾ വാല്യൂ 3.24 കിട്ടും. ഇതാണ് ടേബിൾ വാല്യൂ 3.24. നമ്മളെ കാൽക്കുലേറ്റഡ് വാല്യൂ 8.3 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂവിനേക്കാളും കാൽക്കുലേറ്റഡ് വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യും. നമുക്കെപ്പോൾ വേണ്ടത് എന്താ? ടേബിൾ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. ടേബിൾ വാല്യൂവിലേക്ക് കുറവായിരിക്കണം എന്ത്? കാൽക്കുലേറ്റഡ് വാല്യൂ. പക്ഷേ ഇവിടെ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ്, 8.3 ആണ്. അപ്പോൾ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് F ഈസ് മോർ ദാൻ ദ ടേബിൾ വാല്യൂ ഓഫ് F. ദെർഫോർ ദ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ്. The treatment do not have the same effect. The treatment do not have the same effect. ഒരേപോലെയല്ല, ഒരേ എഫക്റ്റ് അല്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ.